എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്ക്, നമുക്ക് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ തിരുമലയ്ക്ക് അടുത്തായിട്ട്, നമ്മുടെ തിരുമല എന്നൊരു 2.5 കിലോമീറ്റർ മാറി നമുക്ക് പെരുവാവിൽ നമുക്കൊരു 3 BHK ഒരു വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടംപററി ഡിസൈനിലും കാര്യങ്ങളും നമുക്ക് വൈറ്റ് പെയിൻറ്റിലാണ് നമ്മുടെ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 3.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്ക് 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 വലിയ ബെഡ്റൂമാണ്, നമുക്ക് അറ്റാച്ച്ഡ് ആണ്. 3 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ 2 വലിയ കാറുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് വാസ്തുപ്രകാരമാണ് നമ്മൾ വീട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി നമുക്ക് ഒരു 9 കിലോമീറ്ററാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ എയർപോർട്ട് വരെ പോകാൻ വേണ്ടി, നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് എയർപോർട്ട് വരെ പോകാൻ വേണ്ടി നമുക്ക് 12 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് ഏകദേശം നമുക്ക് 20 വീട് അടുപ്പിച്ച് നമുക്ക് ഇവിടെ സെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. ഇത് വരുന്നത് നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ വീട് വരുന്നത്. നമുക്ക് ഈ വില്ലയ്ക്കകത്ത് നമുക്കിപ്പോൾ 60 ലക്ഷം രൂപയുടെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 3-4 വീട് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. 3 ബെഡ്റൂമിൻ്റെ ഉണ്ട്, അതുപോലെ നമുക്ക് 4 ബെഡ്റൂമിൻ്റെ വീടുണ്ട്. ഈ വീട് കാണാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് വരേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം വേറെയും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നമുക്ക് വേറെ 4-5 വീടുണ്ട്. അപ്പോൾ അതും കൂടെ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ വില, നിങ്ങൾക്ക് ഈ വീട് കണ്ടിട്ട് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് നമുക്ക് മുതലേ വേണമെങ്കിൽ നമുക്ക് ആ വിലയ്ക്കാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വന്നിട്ട്, നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് 2 വലിയ കാറുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഫുൾ ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഗ്രാപ്സും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നമുക്കിവിടെ ലൈൻ കണക്ഷൻ, നമുക്ക് കുടിവെള്ളത്തിന് നമുക്കിവിടെ വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ കിണറും വരുന്നുണ്ട്. അതുപോലെ നമുക്കിത് വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് നമ്മൾ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ കൂടെ ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്, നമുക്ക് വലിയൊരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ ചെറിയ ഫോർ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫാം ലൈറ്റും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഫുള്ളും പോളിഷാണ്. നമുക്ക് ഡോറും അതുപോലെ തന്നെ കട്ടളപ്പടിയും കാര്യങ്ങളെല്ലാം പോളിഷാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാളാണ്. നമുക്ക് വലിയൊരു TV യൂണിറ്റും അതുപോലെ നമുക്ക് ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നിട്ട്. നമ്മുടെ ഹാളിലെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. നമുക്ക് എത്ര ഇഞ്ച് TV ആണ് നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ചെറിയ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കിവിടെ ടെയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 4x2 ടെയിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോസ് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കണക്ഷൻ വരുന്നത് നമുക്ക് 3 phase ആണ് കണക്ഷൻ വരുന്നത്. അതുപോലെ നമ്മുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്ന ഹൈഫൈയുടെ സ്വിച്ചും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ വയറിങ് കാര്യങ്ങളൊക്കെ V-ഗാർഡാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹാളിൽ നമുക്ക് വലിയ രീതിയിൽ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോർ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫാം ലൈറ്റും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് അകത്ത കളറും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് കളറാണ് നമ്മൾ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്, നമുക്ക് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വാഷ് ബേസ്, നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ വാഷ് ബേസും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ വാഷ് ബേസിൽ ഫിറ്റിംഗ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ജാഗോറാണ്. അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ അകത്ത് നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിൻ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന് സ്റ്റെയറിൻ്റെ അടിയിലാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റും കാര്യങ്ങളും വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമുക്കിവിടെ വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നമ്മുടെ ഡൈനിങ് സെക്ഷനിൽ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കബോർഡ് വർക്ക്, നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ മൾട്ടിവുഡാണ് നമ്മുടെ കബോർഡിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൾട്ടിവുഡ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈർപ്പം പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ചിതലോ കാര്യങ്ങളോ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മൾട്ടിവുഡ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലോങ് ലൈഫാണ് കേട്ടോ. നമുക്ക് ലോങ് ലൈഫ് വരെ നമുക്ക് ഈ ബോർഡും കാര്യങ്ങളും കിടക്കും. നമ്മുടെ കിച്ചണിലെ ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ബാക്കിൽ നമുക്ക് ചെറിയ രീതിയിൽ വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയ രീതിയിൽ വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് നനകല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വന്നിട്ട്. നമുക്കൊരു വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 12x13 നമ്മളെ ബെഡ്റൂം സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കബോർഡിന് ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ബോർഡും കാര്യങ്ങളും നമ്മുടെ കബോർഡ് വർക്കിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബെഡ്റൂമിലെ കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. നമുക്ക് ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ നമ്മുടെ വാഷ്റൂമിലെ ടൈലും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് 2ാമത്തെ ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർ ആണ്. നമ്മളെ സ്റ്റെയറിൽ ഹാൻഡിലിന് ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റീലാണ്. നമ്മൾ ഹൈ ക്വാളിറ്റി സ്റ്റീലും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് പർഹോളയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ഫ്ലോർ വന്നിട്ട്. നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. നമ്മുടെ ഹാളിൽ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാളിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. നമുക്കിവിടെ 2 ബെഡ്റൂമാണ്, വലിയ 2 ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട്.
നമ്മുടെ ഹാളിൽ നമുക്കിത് TV യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റഡിങ്ങിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. കബോർഡ് നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്, സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് നമുക്കിവിടെ വലിയൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹീറ്റർ പോയിൻറ്റും AC പോയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളിൽ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വന്നിട്ട് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട് നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ നല്ല ആംബിയൻസ് ആണ്. അതുപോലെ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. ചില വീടിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കുകയും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട് നമുക്ക് ടെറസിൽ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ടാങ്കാണ് വരുന്നത്. 500 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെ, ഒന്ന് നമുക്ക് കിണറിൻ്റെ 2 ടാങ്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 3.5 സെൻറ്റിൽ 1528 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്ക് 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് 2 വലിയ കാറുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിനുള്ള കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 55 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതുപോലെ നമുക്ക് 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വില്ലയ്ക്ക് ഏകദേശം ഒരു 20 വീടൊക്കെ നമുക്ക് സെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം വീടൊക്കെ നമുക്ക് സെയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് വീട് വരുന്നത്. നമുക്കിവിടെ തമ്പാനൂർ ഇപ്പോൾ 9 കിലോമീറ്റർ, നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് വരുന്നത്. നമുക്കിവിടെ ഈ വീട് കാണാൻ വരുന്നവർക്കാണെങ്കിൽ നമുക്കിവിടെ 55-ൻ്റെയും 60-ൻ്റെ അകത്തുള്ള നമുക്ക് ഏകദേശം 4-5 വീട് നമുക്ക് വേറെയുണ്ട്. 4 ബെഡ്റൂമിൻ്റെയും 3 ബെഡ്റൂമിൻ്റെ വീട് നമുക്ക് വേറെയുണ്ട്. അപ്പോൾ അതും കൂടെ കാണാം. അപ്പോൾ ഈ വീടിന് വേണ്ടി മാത്രം നമുക്ക് വരേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത എന്തായാലും നമുക്ക് പുതിയ വില്ല പ്രോജക്റ്റായിട്ടാണ്. അതിലേക്ക് എല്ലാവർക്കും ബൈ.